എങ്ങനെ മക്കളെ ഭക്ഷണം കൊടുക്കുന്നത്? നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ ഇരിക്കുന്നത് ഒരു 2-3 വയസ്സുള്ള കുട്ടികളെ ഒരു കസേര ഉണ്ട്, അതിലങ്ങ് ഇരുത്തും. പിന്നെ കുട്ടി ലോക്ക്ഡാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകാനൊന്നും കഴിയില്ലല്ലോ. ഉമ്മ പിടിച്ചിട്ട് ആദ്യത്തെ ലോക്ക് അങ്ങ് ഇടും. എന്നിട്ട് മുന്നില് ഫോൺ അങ്ങ് തുറന്നു വെക്കും, കാർട്ടൂൺ. അത് കണ്ടുകൊണ്ട് ഇങ്ങനെ കുട്ടി അറിയാതെ ഇങ്ങനെ സ്പൂണില് ഇങ്ങനെ കുട്ടിയുടെ തൊണ്ടയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. കുട്ടി മിണുങ്ങും. കുട്ടിക്കാകെ മിണുങ്ങാനേ അറിയുള്ളൂ. എവിടുന്ന ഈ സാധനം വരുന്നതെന്ന് പോലും കുട്ടിക്ക് അറിയില്ല. ഉമ്മ ഉണ്ടാക്കിയതാണെന്ന് പോലും കുട്ടിക്കറിയില്ല. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കഴിച്ചു പോകുന്ന ഒരു ഭക്ഷണമായിട്ട് മാറുക. അവിടെ ഉമ്മ ആരാ? ഉമ്മ അറിയ കുട്ടി കാണുന്ന ഉമ്മ എന്താ? ഇങ്ങനെ ഒരു യന്ത്രം പോലെ അല്ലെ, ഒരു മെഷീൻ റോബോട്ട് പോലെ ഭക്ഷണം കൊണ്ടുവരുന്നു, പിടിച്ചിരുത്തുന്നു, ലോക്ക് ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അതുപോലെ കുളിപ്പിക്കുന്നു, ഉടുപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോ ആരോ ഒരു മീൻ കച്ചവടത്തിൽ പോകുന്ന ഒരാളെ കഥന്റെ ഉമ്മ പണ്ട് പറയലുണ്ടായിരുന്നു. രാവിലെ പോവല്ലോ, ഉമ്മ ഇങ്ങനെ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഉപ്പനെ കുറിച്ചിട്ട്. ഇങ്ങനെ നാട്ടിലുള്ള ഒരു അബൂബക്കർ എന്ന് പറഞ്ഞ ആളാണെന്നൊക്കെ. അങ്ങനെ ഒരു ദിവസം കുട്ടി ഉറക്കത്തിൽ നീച്ചപ്പോ കുട്ടി ഉമ്മനോട് ചോദിക്കും, ഉമ്മ ഇതാണോ നിങ്ങൾ പറഞ്ഞ അബൂബക്കർ എന്ന് പറഞ്ഞ ആള്? ഈ അവസ്ഥ മക്കൾക്ക് ഉപ്പയാരാ ഉമ്മയാരാന്ന് അറിയില്ല. ഒരു ഓട്ടോമാറ്റിക് ലൈഫ്. മക്കളോട്, ഈ ചെറിയ മക്കളോട് ചോദിച്ചാൽ മതി, ആരാ മോനെ ഉമ്മ? അപ്പൊ ഉമ്മ ഇതാന്നറിയാം. അതാരാ? എന്ത് ചെയ്യുന്ന ആളാ? അപ്പൊ കുട്ടി പറയണ്ട, ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, കുപ്പായ കുടിപ്പിച്ചു തരുന്ന, കുളിപ്പിച്ചു തരുന്ന ആളാണ് എന്റെ ഉമ്മ. ആ മറുപടിയാണോ നിങ്ങൾക്ക് കേൾക്കണ്ടേ?